വനംവകുപ്പ് പറയുന്ന ഡോക്ടർ പി എൻ സന്ദീപ് ഇന്നലെ ആ മേഖലയിൽ ആന എത്തിയതിന്റെ ഒരു ലക്ഷണവുമില്ല. അതുകൊണ്ട് തന്നെ DFO ഒക്കെ ഇന്നലെ സംശയം അവർക്കുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം വേണം എന്നതൊക്കെ അവർ ആവശ്യപ്പെട്ടിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതായത് ഇപ്പൊ ആനയുടെ വന്നിട്ടുള്ളതായിട്ടുള്ള തെളിവുകളുണ്ടോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവിതചര്യകൾ, ഇദ്ദേഹം വല്ല ഇത്തരത്തിലുള്ള ഈ കഞ്ചാവ്, മയക്കുമരുന്നുകൾ എന്നിവയൊക്കെ ലഭ്യമാകുന്ന സ്ഥലത്താണോ അദ്ദേഹം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോട്ടീവ്, ഭാര്യ നഷ്ടപ്പെടുന്നതിന് അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുന്നതിന് ആൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഒക്കെ ആയിട്ട് നിലനിൽക്കുന്നുണ്ടോ, നിരന്തരമായിട്ട് ഭാര്യയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ അന്വേഷിച്ചാൽ മാത്രമല്ല ഈ കൃത്യം നിർവഹിക്കുമ്പോൾ ഇദ്ദേഹം മാത്രമായിരുന്നു അവിടെ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു അവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കിയാൽ മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എവിഡൻസ്, ഇദ്ദേഹത്തിന്റെ പ്രസൻസ്, ഈ സംഭവം നടന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി തെളിയിക്കാൻ പറ്റണം. അങ്ങനെ തെളിയിക്കാൻ പറ്റുന്നതായിട്ടുള്ള എവിഡൻസ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിന് ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോ സാറ് പറഞ്ഞ പോലെ ഇഞ്ചുറീസിന്റെ ടൈപ്പ്, അതിന്റെ ആഴം, അതിന്റെ സ്റ്റൈൽ, ഇതൊക്കെ ഹ്യൂമൻ ബീയിങ് നടത്തുന്നതും അനിമൽസ് നടത്തുന്നതും രണ്ടും രണ്ട് തരത്തിലാണ്. അതും അനിമൽസിൽ തന്നെ വിവിധ തരത്തിലുള്ള ടൈപ്പ് ഓഫ് അനിമൽസിന് വിവിധ തരത്തിലുള്ള പാറ്റേൺസ് ഉണ്ടാവും ഈ ഓരോ തെളിവുകൾക്കും. ആ പാറ്റേൺസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും ഇദ്ദേഹം പറഞ്ഞ ആദ്യത്തെ തന്നെ നേരത്തെ പറഞ്ഞ മൊഴികളൊക്കെ ആന വന്നു, ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട്, ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പർപ്പസ്ഫുള്ളി ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇദ്ദേഹം കൂടാതെ വേറെ ആരുടെയെങ്കിലും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ, അതിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മോട്ടീവ്സ് ഒക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളതും കൂടെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. പിന്നെ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നുള്ളതും കൂടെ ഈ അന്വേഷണത്തിന്റെ പരിധിയിലൊക്കെ കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ലിങ്കേജ് മറ്റാരെങ്കിലേക്കോ ഒക്കെ എത്തിപ്പെടുമോ എന്നുള്ളതും കൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കേണ്ടതുണ്ട്. എന്താണ് മോട്ടീവ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അതെ, ഇതിൽ ഡോക്ടർ സന്ദീപ് ഇപ്പോൾ ഈ പരുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് സാധാരണഗതിയിലൊന്നുമുള്ള പരുക്കുകളല്ല. ഞാൻ നേരത്തെ വായിച്ചല്ലോ, വിശദമായി തന്നെ അത് റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ്. എല്ലാം മാരകമായ തരത്തിലാണ്. അവരുടെ വാരിയല്ലുകളൊക്കെ ഒടിഞ്ഞ് നുറുങ്ങുന്നു, ശ്വാസകോശത്തിലേക്ക് തുളച്ചു കയറുന്നു. അപ്പോൾ ആ തരത്തിലേക്കുള്ള ആക്രമണം അവർ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലേ? തീർച്ചയായും. അതായത് അത് ചിലപ്പോ ഈ ആനയുടെ ആക്രമണത്തിലും വാരിയലുകളൊക്കെ ഒടിഞ്ഞകത്തേക്ക് അതെ, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം ഈ ഇക്കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആനയുടെ ആക്രമണത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകില്ലേ എന്ന് തോന്നും. പക്ഷേ അത് കുറച്ചുകൂടി മറ്റൊരു രീതിയിലായിരിക്കുമെന്ന് തോന്നുന്നു, നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ. അതെ, ഇദ്ദേഹം എന്തിനൊരു ഇങ്ങനെ ഒരു ആന വന്നു എന്നുള്ളൊരു ഇദ്ദേഹം മാനിപ്പുലേഷൻ, അതായത് ആന വന്നിട്ട് അദ്ദേഹം മാത്രം രക്ഷപ്പെടുന്നു, ആന എടുത്ത് അദ്ദേഹത്തെ എറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതുപോലെ എണീറ്റ് പെട്ടെന്നൊന്നും നടക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആനയെടുത്ത് എറിഞ്ഞിട്ട് അറിയാലോ, നമുക്ക് ആനയുടെ തുമ്പിക്കൈയുടെ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. ആനയുടെ ഒരു അടി കൊണ്ട് കഴിഞ്ഞാൽ അപ്പം അവിടെ ഒടിഞ്ഞു പോകും നമ്മുടെയൊക്കെ. അപ്പോ ഈ ആനയെടുത്ത് ഇദ്ദേഹത്തെ എറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇതുപോലെ നടന്നു വരാൻ കഴിയില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആനയുടെ സംഭവം വാരിയലുകളൊക്കെ ആന പിടിച്ചൊന്നമർത്തിയാലും വാരിയലുകളൊക്കെ ഒടിഞ്ഞു കയറും നമ്മുടെ ശരീരത്തിൽ. പക്ഷെ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹം അതുപോലെ തന്നെ ഒരു കുഞ്ഞു കല്ലെടുത്ത് ആന എന്തായാലും എടുത്ത് അടിക്കില്ല. അപ്പോ ഇനിയിപ്പോ എടുത്തെറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോഡി കിടക്കുന്ന സ്ഥലം കല്ലുകൾ നിറഞ്ഞ സ്ഥലമായിരുന്നോ, അല്ലെങ്കിൽ കല്ലുകൾ ഇല്ലാത്തൊരു സ്ഥലത്ത് ബോഡി കിടന്നിട്ട് അവിടെ എന്താ പറയാ, അവിടെ കിടന്ന ബോഡിയിന്മേൽ കല്ലിന്റെ അടയാളം ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഈ ചേർച്ചയില്ലായ്മ വരിക. ചേർച്ചയില്ലായ്മയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബന്ധങ്ങൾ, കണക്ഷൻസ് ഉണ്ടാക്കാൻ കഴിയുക. അപ്പൊ ഈ ചേർച്ചയില്ലായ്മ മൊഴിയിലായാലും എവിഡൻസിലായാലും ഒക്കെ കണ്ടു കഴിഞ്ഞാല് അവിടുന്ന് നമ്മൾ അന്വേഷണം ആരംഭിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആരംഭിക്കുമെന്ന് കരുതുന്നു. അപ്പൊ എൻ്റെ ഒരു നിഗമനത്തില് ഇത് ആന വന്നതാകാനുള്ള സാധ്യത കുറവാണ്
ഇത്തരത്തിലുള്ള പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സർക്കംസ്റ്റൻസസ് സീൻ ഓഫ് ക്രൈമിൽ ഈ പൊസിഷൻ ഓഫ് ബോഡി, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഇഞ്ചുറി, ഇതൊക്കെ നമ്മൾ കണക്കിലാക്കി നോക്കണം എല്ലാവരുടെയും. പിന്നെ അതുപോലെ പ്രസൻസ് ഓഫ് മറ്റുള്ളവരുടെ, അതായത് ഇത് കൂടാതെ മറ്റുള്ളവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നോ, ഈ മറ്റു ജീവികളുടെ പ്രസൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ വളരെ വിശദമായ പരിശോധന. ഇനിയിപ്പോ അവിടെ തന്നെ നമുക്ക് മറ്റ് തെളിവുകൾ, ഇദ്ദേഹത്തിന്റെ പ്രസൻസ്, ഭർത്താവിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റിയാലാണ് അതിനൊരു ശക്തി വരികയുള്ളൂ.